ഹായ് സുഹൃത്തുക്കളെ, ആലുവ ടൗൺ കേന്ദ്രീകരിച്ചിട്ട് ഒരുപാട് ദുരൂഹ മരണങ്ങൾ നടക്കുന്നുണ്ട്. ദുരൂഹ മരണങ്ങൾ ഉദ്ദേശിച്ചാൽ കുറേ അന്യസംസ്ഥാന തൊഴിലാളികൾ കുറേ അവിടെ വന്ന് തമ്പടിച്ച് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവർ എന്തോ കഞ്ചാവും ഏതൊക്കെ കേസ് കയറി. ഇപ്പോൾ ഇന്നലെ എടയപ്പുറം ഒരു പാടശേഖരത്തിൻ്റെ അടുത്ത് ഒരു അന്യസംസ്ഥാന തൊഴിലാളി മരിച്ചു കിടക്കുന്നുണ്ട്. കൊലപാതകമാണെന്ന് തോന്നുന്നു. ശരീരത്തിൽ ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ട്. അത് ബംഗാളിയാണോ ഏത് നാട്ടുകാരനാണോ എന്ന് അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ കുറേ ഈ കഞ്ചാവും അതും ഇതൊക്കെയാണ് കൂടുതലും ആലുവ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും അവിടെ വന്നിറങ്ങുമല്ലോ, ഒരു പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചാണ് പല കച്ചവടങ്ങളും നടക്കുന്നുണ്ട്. പല പ്ലൈവുഡ് കമ്പനി അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വരുന്ന ബംഗാളീസാണ്. അപ്പോൾ അങ്ങനെ പലരും വരുന്നു, വാക്കുതർക്കം കൊല ചെയ്യപ്പെടുന്നു. പിന്നെ ഇന്നലെ ഇപ്പോൾ ആലുവ MLA ഹൗസിൻ്റെ അടുത്ത് ഒരു ലോഡ്ജിൽ ഒരു ഇടുക്കിയിലുള്ളൊരു സ്ത്രീ, അത് പിന്നെ ആത്മഹത്യയാണ്. അതിപ്പോൾ എന്താ മറ്റുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ കൊലപാതകങ്ങൾ, ചെറിയ ചെറിയ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് ആലുവ ടൗൺ കേന്ദ്രീകരിച്ചിട്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു അറുതി വരുത്തണം. ഈ അന്യസംസ്ഥാന തൊഴിലാളികളും എല്ലാത്തിനും നമ്മളൊരു നിയന്ത്രണം വെക്കണം. ഇവരുടെ അഴിഞ്ഞാട്ടം അതൊന്ന് അവസാനിപ്പിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ പലതും നമ്മൾ വില കൊടുക്കേണ്ടി വരും. അറിയാമല്ലോ, പെരുമ്പാവൂരത്തെ കേസ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ഇതിലേക്കൊരു ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സർക്കാരായാലും ഇനി ആലുവയിലെ MLA ആയാലും എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ.